ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കടന്നുകയറ്റത്തോടു കൂടി നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മതപഠനം ഇന്ന് ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥയാണ്. പല മദ്രസകളും ഇന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. കാരണം എന്താണെന്നറിയോ? കുട്ടികളില്ല. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പേരിനൊരു റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ടാവും. ആ ഒരു പീരീഡ് കൊണ്ടൊക്കെ ആയി എന്ന് വെച്ചിട്ട് ഇനി എന്തിനാ ഇപ്പൊ മദ്രസയിൽ പോണേ? മദ്രസയിൽ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ സെക്രട്ടറിന്റെ മോനല്ലേ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ പേരക്കുട്ടിയല്ലേ, അപ്പൊ പോവാന്നാ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ വലിയ കെട്ടും പാണ്ടവും വെള്ളക്കുപ്പിയും ചോറ്റും പാത്രവും ഒക്കെ പാടത്തൊരു സാധനത്തെ കുത്തി പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്നിറക്കും. എന്നിട്ട് ഉസ്താദെ 8:45 മോളെ ബസ് വരെ അതിലൊന്ന് കയറ്റി കൊടുക്കണേ. ഉസ്താദിന്റെ പണി അതാ. ആകെ തട്ടിപ്പിടിച്ച് ഇവിടെ എത്തിയാൽ 8 മണിക്കാ. 8:45 അവന്റെ കുട്ടിനെ ജീപ്പിലോ അല്ലെങ്കിൽ കാറിലോ കയറ്റി കൊടുക്കാൻ വേണം. ഇതൊരു വഴിപാട് പോലെ. ചിലപ്പോ 7 മണി വരെ അവിടെ സ്കൂളിലെ ട്യൂഷനായിരിക്കും സുബൈ മുതൽക്ക്. അടിച്ച് കയറ്റുന്നേ ഈ ദുന്യാവിന്റെ വിജ്ഞാനം. മറ്റത് ആർക്കും വേണ്ട, ഒരു ചടങ്ങ് മാത്രം. മദ്രസകളിലൊന്നും കുട്ടികളില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ആർക്കും വേണ്ട, എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പിന്നാലെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. തട്ടിട്ട് വരാൻ പാടില്ല, ജുമയ്ക്ക് പോകാൻ പാടില്ല. ക്രിസ്ത്യാനിന്റെ സ്കൂളാണ്. ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. തലശ്ശേരിയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള്. അവിടെ കുട്ടികൾക്ക് തട്ടിടാൻ പാടില്ല, കുട്ടികളെ ജുമയ്ക്കും കൂടി പറഞ്ഞേക്കൂല. വലിയ വിവാദം. ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം, പെണ്ണുങ്ങളെ സമരം. എന്തിനായി സമരം ചെയ്യണേ? അച്ചായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിൽ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു. അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന. അവരൊന്നും ചെയ്യാൻ സാധിക്കൂല. എന്നിട്ട് PTA മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം മക്കനിയും മത്തിയും? ആരാ മാപ്പിള കുട്ടികളായി ചോദിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയായി. കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ്ങ് പൂട്ടും. 70% മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത്. പല അച്ചായന്മാരെ സ്കൂളിൽ താങ്ങി നിർത്തുന്നത് നമ്മളാണ്. ഇവിടുന്ന് വിളിച്ചു പറയാണ് മറ്റേ സ്കൂളിൽ ചേർക്കണം, ആ സ്കൂളിൽ ചേർക്കണം. ചോദിച്ചപ്പോൾ ഇവിടെ നല്ല എഡ്യൂക്കേഷനാണ്. എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിസ്കരിക്കാൻ വരെ സൗകര്യമില്ല. ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എന്റെ മോള് +2 പഠിക്കാണ്. രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയൊന്നും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂളായതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അങ്ങനെ അന്യ വീട്ടിൽ പോയി കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. എടോ നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോ എന്ന് അള്ള ചോദിക്കുക. നിന്റെ കുട്ടി 100 സ്കരിച്ചോ SS നിന്നോട് ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂളിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെ ആളുകളെ നിലവാരം എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റൊക്കെ കേരളത്തിലെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കും. 25 ലക്ഷം 30 ലക്ഷം ഒക്കെ MBBS ഒക്കെ സീറ്റ് വാങ്ങിയിട്ട്. എന്നിട്ടോ പോക്കും വരുത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെ പെൺകുട്ടികളെ. അത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആരാണ് കയറ്റി കൊടുക്കും. ആരോ ഒപ്പം അതോടൊപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവിടെ പോയി ഇറങ്ങും. ഓളിങ്ങോട്ടും അങ്ങനെ തന്നെ. എന്ന് മാത്രല്ല 2 കൊല്ലം കഴിഞ്ഞിട്ട് ഓളന്നൊരു പുതിയാപ്പിളിനെ കണ്ടെത്തിയിട്ട് വാപ്പാനോട് ഒന്ന് പറയും ഒരാള് ശരിയായിട്ടുണ്ട്, നിക്കാവും ചെയ്തു കൊടുക്കും. ഒരു പോയത്തക്കാരൻ പറഞ്ഞെന്താണെന്നറിയോ? ഓന്റെ മോളെ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നപ്പോ എന്താടോ ഇത്ര പെട്ടെന്ന് കല്യാണമായത്? എന്റെ മോള് പഠിക്കല്ലേ അവിടെ 2 കൊല്ലം. മോളവിടെ കൊണ്ടാക്കിയ പൈസ മുതലായി. ഞാൻ 25 ലക്ഷം 28 ലക്ഷത്തെ കൊടുത്ത് വാങ്ങിയതാണ്. അതിനത്ര മാർക്കൊന്നുമില്ല. തള്ളി കയറ്റിയ എന്താ? ഞാൻ അവളവിടെ ചേർത്തപ്പോ എന്റെ ഉദ്ദേശം നല്ലൊരു അലയൻസ് കിട്ടലായിരുന്നു. അത് കിട്ടി. കുട്ടി ഡോക്ടറാക്കലെന്നല്ല, ഒരു ഡോക്ടറെ പുതിയാപ്പിളെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ മോളെ പോയി പ്രേമിച്ചോടി എന്ന് പറയണില്ല എന്ന് മാത്രം. എവിടെ എത്തി നമ്മളെ ഹൗമിന്റെ അവസ്ഥ എന്നാലോചിച്ച് നോക്കി. നമ്മളെ കുട്ടികൾ ഏത് ഹോസ്റ്റലിലാ പഠിക്കണത്? എന്താ അവിടുത്തെ സ്ഥിതി? ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലായ പൂർണ്ണ സുരക്ഷിതത്വ. ആ ഗേറ്റിനുള്ളിൽ കടന്നാ ഓല് നോക്കുന്നല്ല, അതിന് പുറത്തിറങ്ങി ഓല് നോക്കുവോ? ആരപ്പാ പോണ് വരുന്ന്? എന്താ ബാംഗ്ലൂരൊക്കെ സ്ഥിതി? എന്താ സ്ഥിതി ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? മാത്രല്ല നാട്ടിൽ തന്നെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് രക്ഷിതാക്കൾക്ക് അറിഞ്ഞൂടാ. അല്ല ഓക്കിരൊക്കെ നിങ്ങളെ മോളെവിടെയാ പഠിക്കണേ? അത് എനിക്കൊന്നും അറിയില്ല. അവിടെ ആ അങ്ങാടിയിൽ ആ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തെ ആ ബിൽഡിങ്ങിന്റെ 3ാം നിലയിലേറ്റ് എന്താ കമ്പ്യൂട്ടറോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ 300 വെച്ചാ 300 കൊടുക്കും, 500 വെച്ചാ 500 കൊടുക്കും.
എന്തിനാണ് ഇവനൊക്കെ ബാപ്പയാന്നും വല്യപ്പയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? എന്താ ഇവന്റെയൊക്കെ ഉത്തരവാദിത്തം? പെൺകുട്ടികളെ വളർത്തിയ വലിയ കൂലുണ്ട് ഇസ്ലാമില്, അല്ലേ? മനാല ജാരിയത്തൈനി ഹത്താ തബ്ലുഗ കുന്നലഹു സിത്രം മിനന്നാർ. രണ്ട് പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തുന്നവരെ നല്ല നിലക്ക് പരിപാലിച്ചാൽ ആ പെൺകുട്ടികൾ നാളെ നരകത്തുന്നൊരു മറയായിരിക്കും. എന്തിനാ ആൺകുട്ടികൾക്കില്ലാത്തൊരു ഓഫർ പെൺകുട്ടികൾക്ക് പറഞ്ഞത്? കുറച്ച് പണിയുണ്ട് പെൺകുട്ടികളെ വളർത്താം, അതുകൊണ്ട് തന്നെ അത് ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മതവിജ്ഞാനത്തിനെ നശിപ്പിക്കുന്ന തരത്തിൽ, മതവിജ്ഞാനത്തെ അവഗണിക്കുന്ന തരത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടുള്ള ആർത്തിയും അലച്ചയും ദുരയും നമുക്ക് വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്.